ഹായ്, ദിയ കൃഷ്ണ, അതായത് ഓസി കൊച്ചു ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കോമഡി പറയും. എല്ലാവരും കൂടെ അതിനെടുത്ത് വെച്ച് കൊടുക്കും. ഒരു കാര്യമില്ലാതെ ചുമ്മാ ഏറിപ്പോകും. 2-3 ദിവസം മുമ്പ് ഇവിടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ താരമായി തരംഗമായി നിൽക്കുന്നുണ്ടായിരുന്നു. കൊച്ചിന് ഉമ്മ വെച്ച കേസ് എന്തെന്നാണ് എനിക്ക് അപ്പോഴേ മനസ്സിലായി. ഇതിനെ നമ്മൾ ആ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയും. ഇനിയിപ്പോൾ അതിന്റെ പ്രൊനൗൺസിയേഷനും പറഞ്ഞ് കുറെ എണ്ണം വരും. ഒരു രക്ഷയില്ല, ഒരു വസ്തു പറയാൻ ഒക്കത്തില്ല. പറഞ്ഞ അപ്പ പറയും ഇങ്ങനെയല്ല അങ്ങനെയാണ്, ചക്കയാ മാങ്ങയാന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ സംഗതി നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? പ്രസവാനന്തരം വരുന്ന ഒരുതരം ഡിപ്രഷന്റെ പേരാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. എന്തായാലും ആ സാധനം ദിയ കൊച്ചിന് അതാണ് ഈ പ്രശ്നം. ആക്ച്വലി ഇത് എനിക്കും ഉണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് അറിയില്ലേ? എൻ്റെ മകൻ ജനിച്ച സമയത്ത് ഈ തൊട്ടിലുണ്ടല്ലോ, ഇത് അന്നത്തെ രാരീരം തൊട്ടിൽ പോലെ ജമ്പിങ് തൊട്ടിലല്ല, സാധാരണ സാരിയൊക്കെ വെച്ച് കെട്ടുന്നില്ലേ, മുണ്ടൊക്കെ വെച്ച് കെട്ടുന്ന ആ തൊട്ടിലായിരുന്നു. അതിങ്ങനെ ഒരു പ്രാവശ്യം ആട്ടുന്ന സമയത്ത് ഈ തൊട്ടിലൊന്ന് പൊട്ടി, കുട്ടി ഒന്ന് താഴെ വീണു. വളരെ മൈൽഡായിട്ടാണ് വീണിട്ടുള്ളത്. പക്ഷേ എനിക്കതുണ്ടാക്കിയ ഒരു ആഘാതം ഉണ്ടല്ലോ, അതിൽ പിന്നെ ഇതുവരെ അവന് 10-28 വയസ്സായി. എന്നാലും എനിക്കിപ്പോഴും ഒരു ഊഞ്ഞാലാടുന്ന കണ്ടാൽ പേടിയാവും. അന്നുണ്ടായ ഡിപ്രഷൻ ഞാൻ ഇന്ന് മുക്തയായിട്ടില്ല എന്നാ ചുരുക്കം. അപ്പൊ അതാണ് ഈ പ്രശ്നത്തിന് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. ആ കൂടെയുള്ള ആളില്ലേ, പുള്ളി വളരെ ക്ലിയറായി, വളരെ കെയർഫുള്ളായി അവൾക്കൊപ്പം നിൽക്കണം. അല്ല വെച്ചാല് ഇത് പ്രശ്നം വഷളാകും. ഇത് ഒരുപാട് ദിവസം നീണ്ടുന്ന പ്രോബ്ലമാണ്. അത് സത്യം പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇപ്പൊ ദിയയ്ക്ക് കുഞ്ഞിനോടുള്ള ഓവർ കെയർ, അതും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡിപ്രഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇതിന്റെ ഒരു ഡീറ്റെയിൽ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട്. നമ്മളിത് ആധികാരികമായി പഠിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽസ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാനൊരു വിവരണം തരാം. അതായത് ഇത് ഞാൻ ചാറ്റ് GPT അടിച്ചു പറ്റിയതാണ്. ഇനി എവിടെ നിന്നൊക്കെ കൊണ്ടുവന്നെന്നുള്ളതൊന്നും ചോദിക്കരുത്. ചാറ്റ് GPT അടുത്ത് ചോദിച്ചാൽ ഇതിന്റെ അപ്പുറവും തരും. ചാറ്റ് GPT നല്ലൊരു സംഭവമാണ്. എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ മറുപടി ചാറ്റ് GPT തരും. ഹോർമോൺ മാറ്റങ്ങൾ, പ്രസവത്തിന് ശേഷം ഈസ്ട്രജൻ, പ്രോഗ്രസ്റ്റെറോയിൻ, ഓക്സിറ്റോസിൻ എന്നാണ് കേട്ടോ, ടോക്കിൻ അല്ല, ഓക്സിറ്റോസിൻ. ഇതൊക്കെ എന്തൊരു പേരിടേ. എന്നിവയിൽ വലിയ മാറ്റം വരും. ഇത് കുഞ്ഞിനെ കാക്കണം എന്ന ശക്തമായ വികാരം ഉണ്ടാക്കും. മാതൃത്വ ഇൻസ്റ്റിങ്ക്റ്റ്, കുഞ്ഞ് പൂർണ്ണമായി അമ്മയെ ആശ്രയിക്കുന്ന അവസ്ഥ. ചെറിയ കാര്യങ്ങൾക്ക് പേടി തോന്നുന്നത് സാധാരണം. പുതിയ ഉത്തരവാദിത്തത്തിന്റെ ഭയം, എന്തെങ്കിലും സംഭവിച്ചാൽ എന്ന ചിന്ത, പ്രത്യേകിച്ച് ആദ്യ കുഞ്ഞാണെങ്കിൽ. സമൂഹത്തിന്റെ, കുടുംബത്തിന്റെ സമ്മർദ്ദം, ഇങ്ങനെ ചെയ്താൽ കുട്ടിക്ക് പറ്റും എന്നുള്ള ഉപദേശം. ഇതാണ് ശരിക്കും പറഞ്ഞ പ്രശ്നം. പോസ്റ്റ് പാർട്ടം ആൻസൈറ്റി എന്നാണ് ഇതിന്റെ പേര്. കുഞ്ഞിനെ കുറിച്ച് തുടർച്ചയായ പേടി, ഉറങ്ങാൻ പറ്റാത്തത്, എപ്പോഴും എന്തെങ്കിലും തെറ്റും എന്ന ഒരു ചിന്ത. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, അമിതമായ ദുഃഖം, കുഞ്ഞിനോടുള്ള മറ്റുള്ളവരോടും അകലം, കരച്ചില്, നിരാശ. പോസ്റ്റ് പാർട്ടം OCD, ഇത് വലിയ പ്രശ്നം. അപൂർവത്തിൽ അപൂർവം വരുന്ന ഒരു സംഗതി.